നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടക രാശിയിൽ വരുന്ന സൂര്യൻ 6-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ പാപഗ്രഹങ്ങൾക്ക് 6-ാം ഭാവം നല്ലതാണ്, പാപനായിട്ടുള്ള സൂര്യന് നല്ലതാണ് കർക്കിടകത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അവിട്ടത്തിന്റെ കാൽഭാഗവും ചതയവും പൂരോരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും കൂടുന്നതാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ 6-ലാണെങ്കിലും അവിടെ വ്യാഴവും ഉണ്ട്. അപ്പൊ 6-ാം ഭാവം കൊണ്ട് നമുക്ക് ശത്രുസ്ഥാനമാണത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാപഗ്രഹം നല്ലതാണെങ്കിൽ പോലും അവിടെ നമ്മുടെ അതായിട്ടുള്ള ഈ വല്യമ്മ ചെറിയമ്മ അങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ നമുക്ക് കുറച്ച് ദോഷങ്ങൾ വരും. അങ്ങനെ അവരിലൂടെ അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് മനോവിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പൊ അമ്മമാര് മാത്രമല്ല, നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരിലൂടെ നമുക്ക് അത് കേട്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് ചെറിയ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു മാസം. പിന്നെ അവിടെ നമുക്ക് എന്ന് വെച്ചാൽ വ്യാഴം ഉണ്ട്, നിങ്ങളത് അവര് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അത് കേട്ടു ഇപ്പുറത്തെ ചെവി കൂടെ വിടുക എന്നുള്ള ഒരു അവസ്ഥയിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ എപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ലത്. ഇപ്പൊ മറ്റുള്ളവർക്ക് എന്തും നമ്മളെ പറയാലോ. അപ്പോൾ എന്തും പറയാന്ന് വിചാരിച്ചിട്ട് വേണ്ടാത്തത് പറയാ എന്നുള്ളതല്ല. നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നുവെച്ചാൽ കുംഭരാശിക്കാരുടെ 2-ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ദേഷ്യത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണല്ലോ കൂടുതൽ ദേഷ്യങ്ങളും ഇവിടെ വഴക്കുകളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ സാമ്പത്തിക ഇടപാടുകൾ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനും വ്യാഴവും കൂടി 6-ലാണ് നിൽക്കുന്നത്. ഇതിപ്പൊ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങുന്ന പൈസ പോലും നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് ആയിരിക്കും കൊടുക്കാൻ പറ്റുക. അപ്പൊ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ വാക്കുകളും വളരെ ദോഷത്തെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വാക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ശനിയാണ്, വ്യാഴക്ഷേത്രത്തിലാണ്, നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് പറയണതാവില്ല, പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മുടെ പ്രതികരണം ഉണ്ടാവുക. അപ്പോൾ ആ വ്യാഴത്തിനെ നാവിനെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. അവിടെ തന്നെയാണ് നിധി കോശം ധനം വാക്ക്. അപ്പൊ നിധി ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധി എടുക്കുക എന്നുള്ളതല്ല, നമുക്ക് കർമ്മത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന സമ്പാദ്യഭാവം. അപ്പൊ അതും കയ്യിൽ നിന്ന് പെട്ടെന്ന് അനാവശ്യമായിട്ട് ചെലവുകൾ ഉണ്ടാവും. അനാവശ്യമല്ല, പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ദുരിതങ്ങളാവാം, രോഗാവസ്ഥകളാവാം, കുട്ടികൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട വല്ല ആവശ്യങ്ങളുണ്ടാവും, എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് പെട്ടെന്നായിരിക്കും നമ്മുടെ കയ്യിലുള്ള ധനത്തെ കുറയ്ക്കുന്നത്. അപ്പൊ അതും നമുക്ക് ദേഷ്യത്തെ കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ കർമ്മത്തെ വളരെയധികം സൂക്ഷിക്കുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ വീട്ടിലുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കർമ്മത്തിൽ നന്നായി നോക്കുക. അലസത ഉണ്ടാവുന്നുണ്ട്. അപ്പൊ വീട്ടിലെ ഇടയ്ക്ക് കിടന്നുറങ്ങാനായിട്ട് നമുക്ക് തോന്നും കൂടുതലായിട്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ അലസതയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് ഈ ഒരു മാസം എങ്ങനെയെങ്കിലും ഈ കർക്കിടകം ഒന്ന് കടന്നു കിട്ടണം എന്ന് നമ്മൾ പറയുന്ന പോലെ ആ കർക്കിടക മാസത്തിലെ ആചരണം നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ വ്യാഴാണ് 6-ലാണ്, ഈ ഒരു വർഷം മുഴുവൻ വ്യാഴം 6-ൽ തന്നെയാണ്. അപ്പൊ സാമ്പത്തിക ഭാവം വളരെ കണക്ക് വെച്ച് നമ്മളൊന്ന് ഈ ഒരു മാസവും കുറച്ച് നാളുകളും മുന്നോട്ട് പോയാൽ ആ രീതിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ദേവീക്ഷേത്രത്തിൽ പോവാം, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ആദ്യം പോവാം, പിന്നെ തട്ടകത്തെ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പറ്റുന്നത്, കുറേ അധികം ഒന്നല്ലാതെ നമുക്ക് പറ്റത്തക്ക ഒരു വഴിപാട് ചെയ്യാം. പിന്നെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. കർമ്മത്തിന് ഇങ്ങനെ അലസതയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ട് പൂജ ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഒരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ തോന്നും, അല്ലെങ്കിൽ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ഇന്ന് ലീവ് എടുക്കണം എന്നൊക്കെ കുറെ തോന്നലുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കുംഭൻ രാശിക്കാർ ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം. വീഴാതെയൊക്കെ ശ്രദ്ധിക്കണം. വീഴ്ചകൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈക്കുമേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ കർക്കിടക മാസമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുക, വീട്ടിൽ വിളക്ക് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് കുംഭരാശിക്കാർക്ക് ഈ ഒരു മാസം വളരെയധികം നന്നായിട്ട് തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട്.